ഹലോ മുത്തുമണി എന്നൊക്കെ പഠിച്ചുപോലെ ഇന്ന് ഞാൻ നമ്മുടെ കാട്ടാളൻ എന്ന സിനിമയുടെ അപ്ഡേഷനാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പോൾ മലയാളത്തിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ടെങ്കിൽ കൂടി അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് കാട്ടാളൻ. നമ്മുടെ പെപ്പെ നായകനാകുന്ന ഒരു ആക്ഷൻ പടമാണ്. നമുക്കറിയാം പെപ്പെ നായകനാകുക പറയുന്നത് തന്നെ അതൊരു കട്ട ആക്ഷൻ പടം എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പടത്തിലൊക്കെ മെയിൻ ആക്ഷന് പ്രാധാന്യം ഉണ്ടാവും. അതും ഇതിൻ്റെ നിർമ്മിക്കുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ മാർക്കോയ്ക്ക് ശേഷം നമ്മുടെ ഷെരീഫ് മുഹമ്മദ്, ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ നമ്മുടെ ഷെരീഫ് മുഹമ്മദാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഒരു ഡൗട്ടും വേണ്ട, മാക്സിമം ആ പടത്തിന് എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും അതൊക്കെ അദ്ദേഹം ചെയ്യും. കാരണം അദ്ദേഹം അത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് മാർക്കോ എന്ന മൂവി ചെയ്തത്. അതിനേക്കാൾ ഉപരി വേറെ രീതിയിലാണ് അദ്ദേഹം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു നല്ലൊരു മൂവി കിട്ടും എന്നുള്ളതിൽ ഒരു സംശയം വേണം. പിന്നെ ഇതിൻ്റെ സംവിധാനം പോൾ ജോർജാണ് ഇതിൻ്റെ സംവിധാനം ചെയ്യുന്നത്. ഒരു പക്ക ആക്ഷൻ, ഒരു വേറൊരു രീതിയിലുള്ളൊരു സംഭവം, നമുക്ക് എന്താ പറയുക തിയേറ്ററിൽ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു സംഭവം. അതും ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ സിനിമയുടെ ഒരു ആക്ഷൻ്റെ ഒരു സീൻ കണ്ടു. അതായത് സിനിമ ആക്ഷൻ ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവം കണ്ടു. അത് ഞാൻ നിങ്ങൾക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്യാതെ വിചാരിച്ചു. കാരണം ഈ സിനിമക്ക് എത്രത്തോളം ആക്ഷന് പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ഇതിലെ ആർട്ടിസ്റ്റുകളും മറ്റുള്ളവരും എത്രത്തോളം ഈ സിനിമയുടെ ആക്ഷന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നില്ല ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കാരണം ഒരു വണ്ടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ റേസ് ചെയ്തിട്ട് മറിഞ്ഞിട്ട് ആ വണ്ടി സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പേടിച്ചു പോകുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ അങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ ഇങ്ങനെ മറിഞ്ഞാൽ എന്തായാലും അതിലുള്ള ആള് സ്പോട്ടിൽ ഡെഡ് ആവും എന്നുള്ള ഒരു സംശയമാണ്. പക്ഷെ ഈ വീഡിയോയിൽ ഇങ്ങനെ ആക്ഷൻ ചെയ്തിട്ട് വണ്ടി സ്കിഡായിട്ട് വണ്ടി ഫുള്ള് മറിഞ്ഞിട്ട് എല്ലാവരും കൂടി വന്ന് എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളൊക്കെ ഇങ്ങനെ പെയ്യാതെ, പക്ഷെ അദ്ദേഹം എടുത്തുന്ന ഒരു റിസ്ക് ഉണ്ടല്ലോ. ഇതിലൊക്കെ നമ്മുടെ പെപ്പക്കൊക്കെ ഒരുപാട് ആക്സിഡൻറ്റുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം മലയാളത്തിൽ ആക്ഷന് എത്രത്തോളം അദ്ദേഹം റിസ്ക് എടുക്കുന്നുണ്ടെന്ന് ഒരുപാട് സിനിമയിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതും അതുപോലുള്ള ഒരു വമ്പൻ സംഭവമായിട്ടാണ് വരാൻ പോകുന്നത്. പിന്നെ ഷെരീഫ് മുഹമ്മദൊക്കെ എന്താ പറയുക, ഒരു സിനിമ എത്രത്തോളം നന്നാക്കാൻ പറ്റും അത്രത്തോളം നന്നാക്കാൻ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു പടം തന്നെ അതിൽ കിട്ടുന്നൊരു സംശയമാണ്. ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടവും ഒരു എന്താ പറയുക ഭയങ്കര എനർജിയും അതുപോലത്തെ വിഷമം. കാരണം ഈ ഒരു സിനിമക്ക് വേണ്ടി ഇത്രത്തോളം ആളുകൾ, ഈ സിനിമ അല്ല ഒരുപാട് സിനിമക്കുണ്ട് എങ്കിൽ കൂടി ഈ ഒരു സിനിമക്ക്, കാരണം ആ മറിച്ചിലൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആളൊക്കെ പെട്ടെന്ന് മരണപ്പെടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അങ്ങനെയുള്ള വണ്ടി സ്കിഡ് ചെയ്തിട്ടാണ് മറിയണത്. അല്ലെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഈ ആള് ചിലപ്പോൾ ആ സിനിമക്കകത്ത് ചിലപ്പോൾ 1-2 മിനിറ്റുള്ള ഒരു സീനാവും. പക്ഷെ ഇതിൽ കാണിക്കുന്ന നമ്മൾ ഒരുപാട് നേരത്തെ ഒരുപാട് ചിലപ്പോൾ 1-2-3 ദിവസത്തെ ഒരു പ്രയത്നമാവും ഇത്. നമ്മളതൊന്നും നമ്മളറിയത് CG ആണ്, അല്ലെങ്കിൽ ഇത് ക്യാമറ ട്രിക്കാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ട്രിക്കാണ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കും. പക്ഷെ അവരെടുക്കുന്ന സംഭവം അവർക്ക് ക്യാഷ് കിട്ടുന്നുണ്ടാവും ഒക്കെ നമ്മൾ സംഭവമൊക്കെ ശരി. പക്ഷെ ഇതിലൊക്കെ ഈ പെടുന്നത് അരച്ചാൽ ഒരുപാട് ഫൈറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് അവർ അന്നത്തെ കുടുംബം നോക്കാൻ വേണ്ടി ഇങ്ങനെ റിസ്ക് എടുക്കുന്ന ഒരുപാടുണ്ട്. അവരൊക്കെ നമ്മൾ ഇതിൽ ഒന്ന് ഓർത്ത് പോകണ്ട. കാരണം അവരുടെ കുടുംബം നോക്കാൻ വേണ്ടി അവർ ചെയ്യുന്നു. പക്ഷെ നമുക്കത് കിട്ടുന്ന ഒരു ഇൻപുട്ട്, ഒരു ഇമ്പാക്റ്റ് അത് വേറെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളതൊന്ന് ഷൂട്ട് നേരിട്ട് കാണും. ഞാൻ കണ്ടൊരു വ്യക്തിയാണ്, നമ്മുടെ ദുൽഖറിൻ്റെ പടത്തിലൊരു ഫൈറ്റ് സീൻ കണ്ട ഒരാളും. അതിൽ ഈ ഫൈറ്റേഴ്സൊക്കെ എടുക്കുന്ന റിസ്ക് കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. കാരണം അതിലൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ക്യാമറ ട്രിക്കൊന്നുമില്ല, അവരുടേതായ ശരീരം തന്നെ റിസ്ക് എടുത്ത് അവർ ഫൈറ്റ് ചെയ്യുന്നു. അതുപോലത്തെ നമ്മൾ സൂപ്പർ സ്റ്റാർസൊക്കെ ഇപ്പോൾ മെയിൻ ഫൈറ്റൊക്കെ അവർ തന്നെ ചെയ്യണം. എന്തായാലും ഈ പടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റിംഗ് ആണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഇതൊരു സാമ്പിളാണ് കേട്ടോ, ഇതിലുള്ള ഒരു ചെറിയൊരു സാമ്പിളാണിത്. ഇതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ വരാണ്ട്. എന്തായാലും ഇതിന് കൂടുതൽ അപ്ഡേഷൻ എന്തായാലും നിങ്ങൾക്ക് മുമ്പിൽ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ.